ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് പഠിക്കണമല്ലോ. ദുർനടപ്പുകാരൻ, ഭൂനിവാസം നടക്കുന്നവനും അവളും, വിഗ്രഹാരാധി, ദൈവത്തെക്കാൾ കൂടുതലായി വേറൊന്നിനെ ആരാധിക്കുന്നത്. നീ ആരായാലും ദൈവത്തിന് എന്നാ? ഞാൻ അച്ഛനായ ദൈവത്തിന് പേടിയുണ്ട്. എന്നെ കൈക്കുട്ടത്തിന് ദൈവത്തിന് പേടിയുണ്ടോ? തമ്പഴി കാപ്പയ്ക്ക് വലിയ വിലയുണ്ട്. കാപ്പയിട്ട് കേമം കളിച്ച ഒറ്റ വിജയമുണ്ടോ? ദുർനടപ്പുകാരൻ, വിഗ്രഹാദി, വ്യഭിചാരി, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പാപിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കൊരിന്ത്യർ 6:7-10 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരമാകുന്നു നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം. ഈ കൊച്ചുകുഞ്ഞുങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കില്ല. 12 വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയേക്കണം കേട്ടോ. ദൈവത്തിന്റെ മന്ദിരമാകും, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. കൊടുക്കാമോ ദൈവത്തിന്റെ പള്ളിയായിട്ട് നിങ്ങളുടെ ശരീരത്തെ? കൊടുക്കാവോ? ദൈവത്തിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഈ കൊച്ചോമന കുഞ്ഞുങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പനും അമ്മയും കൂടെ കൂടി നുണ പറഞ്ഞ് മനസ്സിലാക്കിയതിനെ നശിപ്പിക്കരുത് കേട്ടോ. നമ്മളൊക്കെ ദൈവത്തിന്റെ മന്ദിരമാണ്. പുരാച്ചി പറഞ്ഞ് വായി വരുന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത് കേട്ടോ. ദൈവത്തിന്റെ ദാനമാണ് നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ലൈഫ് ദൈവം തന്നിരിക്കുന്നത് ഈ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. മരിച്ചു പോകുമ്പോൾ ഈ കൊച്ചുമക്കൾ പറയണം, ഈ എൻ്റെ അപ്പച്ചൻ, ഞങ്ങൾക്ക് അപ്പച്ചന്മാരാകും. കുറച്ച് ഞങ്ങൾക്ക് 2-3 അപ്പച്ചന്മാരേ ഉള്ളൂ. നിങ്ങളൊക്കെ ആകും അപ്പച്ചന്മാരും അപ്പച്ചിമാരും ഒക്കെ. കുഞ്ഞ് പറയണം, ഈ എൻ്റെ അപ്പച്ചനിരുന്ന് പ്രാർത്ഥിച്ച മുറി, എൻ്റെ അപ്പച്ചനിരുന്ന് പ്രാർത്ഥിച്ച മുറി, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ച മുറി. അമ്മച്ചി സ്വർണം കൊച്ചുമോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബന്ധപ്പെടേണ്ട, പ്രാർത്ഥിക്കുക, കൊച്ചു കാണട്ടെ, നന്നായി വരട്ടെ കൊച്ച്, എല്ലാവരും ചെന്ന് കയറുന്ന കുടുംബം കൂടി. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നിങ്ങളുടെ ശരീരമാകുന്ന ആലയം നമുക്ക് ദൈവാലയമായി ഇന്ന് തീർക്കാം. നമ്മുടെ പാവങ്ങളെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പായി തീരാം. അങ്ങനെയായി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയാരാധനകൾ അനുഗ്രഹകരമാണ്, നമ്മുടെ നോമ്പുകാലങ്ങൾ അനുഗ്രഹകരമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെതായ ലൈഫ് മറ്റുള്ളവർക്കും നമുക്ക് നന്മയാണ്. ദൈവവുമായി ബന്ധപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് കൂടി നിങ്ങളോട് എങ്ങനെ പറയുന്നു? ദൈവവുമായി ബന്ധപ്പെടുക. പള്ളി വന്നുകൊണ്ട് ആരും തൃപ്തിപ്പെടരുത്. ഞാൻ മാസം 4 ആഴ്ച പള്ളി പോകുന്നു പറയണ്ട. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ആരെല്ലാം വെടിവെക്കുന്നവരും പള്ളി പോകും. എവിടെയും തോക്കുണ്ടോ? കൊണ്ടുവരില്ല കേട്ടോ. ദേഷ്യമുള്ളവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കാച്ചിക്കളയും. പള്ളിയിൽ നടക്കാത്ത എല്ലാം നടക്കും. എന്തൊരു പള്ളിയപ്പ. മന്ദിരത്തെ, ദൈവത്തിന് മന്ദിരമായ ശരീരത്തെ കൊടുക്കാവോ? അതാ പള്ളി. 3-4 കൂട്ടം കാര്യം ഓർക്കുന്നില്ലയോ? ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് തന്റെ രക്തത്താൽ. ദോഷം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവമേ, നിന്റെ സന്നിധി ഞങ്ങൾ താഴുന്നു. വിശുബുക്കോനയുടെ ദിവസത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥന. എന്നൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ കർത്താവ്. ഞാൻ എൻ്റെ സഹോദരനെയോ സഹോദരിയോ കൂടെ പുറപ്പുകളെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അച്ഛനെയോ ഒന്നും നോക്കുന്നില്ല. എൻ്റെ കർത്താവിനെ മാത്രം നോക്കി പറയുന്നു, ഞാൻ നിന്റെ വകയായി തീരാൻ ആഗ്രഹിക്കുന്നു. എന്നെ അങ്ങനെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ ആയിത്തീരാൻ നിങ്ങൾക്കാർക്കും ഭർത്താവിൻ്റെ അനുവാദമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കാൻ ഭർത്താവിൻ്റെ അനുവാദമൊന്നും വേണ്ട. ഭാര്യയുടെ അനുവാദമൊന്നും പുരുഷനും വേണ്ട.
ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഇന്ന് മുതൽ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. യോവന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവർ ദൈവരാജ്യത്തിൽ നമുക്ക് അടക്കി ചോദിക്കുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുഞ്ഞ് തെറ്റിപ്പോകരുത്,